ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. അപ്പോൾ എല്ലാവരും ഓണപരീക്ഷയുടെ തിരക്കിലൊക്കെ ആയിരിക്കും. നമ്മൾ ഓണപരീക്ഷയുടെ റിവിഷൻ്റെ വീഡിയോസ് ഇടണോ എന്ന് ചോദിച്ചപ്പോൾ 4ാം ക്ലാസ്സിലെ മലയാളം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ 4ാം ക്ലാസ്സിൻ്റെ മലയാളം മോഡൽ ചോദ്യപേപ്പർ ചെയ്യുന്നത്. നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ചോദ്യപേപ്പർ ഓൾറെഡി ചെയ്ത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് മോഡലാണ്. ഒരു റിവിഷൻ പോലെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കണ്ടാൽ മതി. അപ്പോൾ മലയാളമാണ്. മലയാളം 4ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പറും ഉത്തരങ്ങളും നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റിവിഷൻ ക്ലാസ്സിലേക്ക്, മോഡൽ എക്സാമിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിവിഷനൊക്കെ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നമുക്ക് പരീക്ഷയിലേക്ക് കടക്കാം. പരീക്ഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. മലയാളം മാതൃകാ പേപ്പർ ക്ലാസ് 4. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ നിങ്ങൾക്ക് ഫസ്റ്റ് എഴുതാനായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ തന്നെ ആയിരിക്കും ഉത്തരങ്ങൾ എഴുതാനായിട്ടുണ്ടായിരിക്കുക. ഇനിയിപ്പോൾ ഈ വർഷം മാറുമോ എന്നറിയില്ല, നോക്കാം. ചോദ്യപേപ്പറിൽ തന്നെയാണെങ്കിൽ കുട്ടിയുടെ പേര്, വിദ്യാലയത്തിൻ്റെ പേര്, ഡിവിഷൻ, അധ്യാപകൻ്റെ ഒപ്പ്, രക്ഷിതാവിൻ്റെ ഒപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോളം കാണാം. ഇതിൽ ഏതൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ശേഷം നിർദ്ദേശങ്ങളുണ്ട്. നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം. എന്നിട്ട് നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ആദ്യം എല്ലാം വായിച്ചു തരാം നിങ്ങൾക്ക്, അതിനുശേഷം മാത്രമേ ചോദ്യത്തിലേക്ക് പോകുന്നുള്ളൂ. ആദ്യം പ്രവർത്തനം 1 വായിക്കാം എഴുതാം. ഉണ്ണിക്കുട്ടൻ കരിക്കട്ട എടുത്തു. മൺചുമരിൽ നേരത്തെ വരച്ച എലിയുടെയും പൂച്ചയുടെയും തത്തയുടെയും ഇടയിൽ മറ്റൊരു ചിത്രം കൂടി വരച്ചു. തൊപ്പി വെച്ച് നീണ്ട താടിയും കയ്യിൽ മാന്ത്രിക വടിയുമായി നിൽക്കുന്ന മാന്ത്രികന്റെ ചിത്രം. നല്ലൊരു ചായ പെൻസിൽ വേണമെന്ന ആഗ്രഹം ഉണ്ണിക്കുട്ടനുണ്ട്. പക്ഷേ ഈ മോഹം അവൻ ആരോട് പറയും? തനിക്ക് ഭക്ഷണം തരാൻ തന്നെ പാടുപെടുന്ന മുത്തശ്ശിയോടോ? മോഹം ഉള്ളിലൊതുക്കി അവൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ ഒരു സ്വപ്നം അവനെ തേടിയെത്തി. അതാ പുകച്ചുരുളുകളിൽ നിന്ന് ഒരു താടിക്കാരൻ പ്രത്യക്ഷപ്പെടുന്നു. ഉണ്ണിക്കുട്ടൻ നേരത്തെ വരച്ച അതേ മാന്ത്രികൻ. ചുമരിലെ ചിത്രം പതുക്കെ ഇളകി. നേർത്ത മൂടൽമഞ്ഞു പോലെ മാന്ത്രികൻ ചിത്രത്തിൽ നിന്നിറങ്ങി ഉണ്ണിക്കുട്ടന്റെ മുന്നിലെത്തി. ഒരു സ്വർണ്ണ പെൻസിൽ അവന് സമ്മാനിച്ച് അപ്രത്യക്ഷനായി. ഞെട്ടി ഉണർന്നപ്പോൾ മാന്ത്രികനെ കാണാനില്ല. അതാ സ്വർണ്ണ പെൻസിൽ മുന്നിൽ. ഇത് സത്യമാണോ? ഉണ്ണിക്കുട്ടന് വിശ്വാസം വന്നില്ല. ചുമരിൽ അവൻ സ്വർണ്ണ പെൻസിൽ കൊണ്ട് ഒരു പൂച്ചയുടെ ചിത്രം വരച്ചു. തീരേണ്ട താമസം പൂച്ച ചെവിയിളക്കി, വാലിളക്കി, മീശമെനുക്കി ചുമരിൽ നിന്ന് മെല്ലെ ഇറങ്ങി വന്നു. മ്യാവൂ എന്ന് കരഞ്ഞുകൊണ്ട് ഉണ്ണിക്കുട്ടന്റെ കാലിൽ മുഖമുരസി പൂച്ച നടന്നുപോയി. അവൻ പിന്നെ കാക്കയുടെയും കുരങ്ങന്റെയും ചിത്രം വരച്ചു. അപ്പോൾ പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആ ഒരു വായിച്ച ആ ഖണ്ഡിക, ആ പാരഗ്രാഫിന് ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കുള്ളൂ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ നിങ്ങൾ തന്നെ വായിച്ച് അതിലേതാണ് ശരി ഉത്തരമെന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം ഞാൻ അതിൻ്റെ ഉത്തരവും പറയാം കേട്ടോ. ആദ്യത്തെ ചോദ്യം ഉണ്ണിക്കുട്ടൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്നതാണ്. അതിൽ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം, ചായ പെൻസിൽ വേണമെന്നുള്ള മോഹം ഉണ്ണിക്കുട്ടൻ ആരോടും പറയാഞ്ഞത് എന്തുകൊണ്ട്? 2 ചോദ്യമായില്ലേ? അപ്പം ഇതിൻ്റെ 2 ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കൂ. വളരെ കുറച്ച് സമയം എടുക്കാൻ പാടുള്ളൂ. അത് വായിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ? ഒരു നല്ല ചായ പെൻസിൽ വേണം. ബി എന്താണ്? അപ്പോൾ എയുടെ ഉത്തരം ഒരു നല്ല ചായ പെൻസിൽ വേണമെന്നാണ്. ബി ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് മുത്തശ്ശിയുടെ കഷ്ടപ്പാട് അറിയാവുന്നത് കൊണ്ട് എന്നതാണ് കേട്ടോ. അപ്പോൾ 2 ഉത്തരം കഴിഞ്ഞു. 3ാമത്തെ ചോദ്യം, സ്വപ്നത്തിൽ ഉണ്ണിക്കുട്ടന് സ്വർണ്ണ പെൻസിൽ നൽകിയത് ആര്? ഉത്തരം മാന്ത്രികൻ. അടുത്ത ചോദ്യം, സ്വർണ്ണ പെൻസിൽ കൊണ്ട് വരച്ച പൂച്ച എന്താണ് ചെയ്തത്? ഉത്തരം ഉണ്ണിക്കുട്ടന്റെ കാലിൽ മുഖമുരസി. ഈ ചോദ്യം, ചിത്രത്തിൽ നിന്നും ഉണ്ണിക്കുട്ടന്റെ മുന്നിലേക്ക് എങ്ങനെയാണ് മാന്ത്രികൻ എത്തിയത്? ഉത്തരം നേർത്ത മൂടൽമഞ്ഞു പോലെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ, 5 ചോദ്യങ്ങളാണ് ഒരു ഖണ്ഡികയെ അടിസ്ഥാനമാക്കി ഉണ്ടായിരിക്കുക കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഖണ്ഡിക തന്ന ചോദ്യം ഉണ്ടായിരിക്കും. അടുത്ത പ്രവർത്തനം 2, താളത്തിൽ പാടാം, വരികൾ കൂട്ടിച്ചേർക്കാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന വരികൾ കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികളും കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൂട്ടിച്ചേർത്തണം. നമുക്ക് അതൊന്ന് വായിക്കാം. മാനത്തിൽ ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരൻ്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ
കണ്ണാൽ ഞാൻ കണ്ടതല്ലയോ? കുയിൽ കൂകുന്നതുണ്ടെന്ന് ചൊന്നതാരൻ്റെ കൺമണി, ആരും ചൊല്ലിയതല്ല ഞാൻ ചെവിയാൽ കേട്ടതല്ലയോ? മുല്ലമുട്ട് വിരിഞ്ഞെന്ന് ചൊന്നതാരൻ്റെ കൺമണി. അപ്പം ഇത് ഫില്ല് ചെയ്യണത് എങ്ങനെയാ? ആരും ചൊല്ലിയതല്ലല്ലോ, ആരും ചൊല്ലിയതല്ല ഞാൻ മൂക്കാൽ എന്നാണ് കേട്ടോ. മൂക്കാൽ മണത്തതല്ലയോ. ഇനി നമുക്ക് കൂട്ടിച്ചേർക്കാം. തേനിന് മധുരമുണ്ടെന്ന് ചൊന്നതാരൻ്റെ കൺമണി, ആരും ചൊല്ലിയതല്ല ഞാൻ നാവാൽ രുചിച്ചതല്ലയോ. ഇതുപോലെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരികൾ കൂട്ടിച്ചേർക്കാൻ ചോദ്യപേപ്പറിൽ ഉണ്ടായിരിക്കും. പ്രവർത്തനം 3 കത്താണ്. ഇത് മോഡൽ ചോദ്യപേപ്പറാണ്. ഇതേ ചോദ്യങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു ആരും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യരുത്. മോഡൽ ആണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ചോദ്യങ്ങൾ അതേ തന്നെ ആവണമെന്ന് ഒരു ഉറപ്പുമില്ല. അടുത്തത് കത്ത്. മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിളിലേറി ചന്ദ്രനിലെത്തിയ കുട്ടിയെ ഓർക്കുന്നില്ലേ? മാനത്തെ ചന്ദ്രനെയും എടുത്ത് കുട്ടി താഴേക്ക് പോന്നു. ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിളും എടുത്ത് സവാരിക്കിറങ്ങി. സവാരിക്കിടയിൽ ഭൂമിയിൽ കണ്ട കാഴ്ചകളെക്കുറിച്ച് ചന്ദ്രൻ തൻ്റെ സുഹൃത്തായ മേഘത്തിന് കത്തെഴുതി. എന്തൊക്കെയാകും കത്തിലെ വിശേഷങ്ങൾ? എഴുതി നോക്കൂ. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് പ്രീവിയസ് ഇയർ ചോദ്യപേപ്പർ എഴുതിയപ്പോഴും നമ്മൾ ഇതുപോലൊരു ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ മൈക്കിൾ ആ കുട്ടി എഴുതുന്നതായിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചന്ദ്രൻ എഴുതുന്നതായിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു കത്ത് നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കൂ, ആദ്യം നമ്മൾ സ്ഥലം ഭൂമിന്ന് കൊടുത്തു, തീയതിയും കൊടുക്കണം. ഒരു സ്ഥലവും തീയതിയും ഉറപ്പായിട്ടും ഒരു കത്ത് എഴുതുമ്പോൾ നിങ്ങൾ കൊടുക്കണം. അപ്പം നമുക്ക് കത്തൊന്ന് വായിക്കാം. പ്രിയപ്പെട്ട മേഘത്തിന്, സുഖമാണെന്ന് കരുതുന്നു. ഞാനിവിടെ മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിളും എടുത്ത് ഭൂമിയിൽ ഒരു സവാരി നടത്തി. ഭൂമിയിലെ കാഴ്ചകൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. പച്ചപ്പ് നിറഞ്ഞ വയലുകളും ഉയർന്നു നിൽക്കുന്ന കുന്നുകളും കലപില ശബ്ദത്തോടെ ഒഴുകുന്ന പുഴകളും ഞാൻ കണ്ടു. മരങ്ങളിൽ നിറയെ വർണ്ണപ്പകിട്ടുള്ള പൂക്കളും അവയിൽ പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങളും എൻ്റെ മനസ്സ് കവർന്നു. കൊമ്പുകളിൽ ഇരുന്ന് ഇമ്പമുള്ള ശബ്ദത്തിൽ പാട്ടുപാടുന്ന പക്ഷികളുടെ ഗാനം എത്ര മനോഹരമാണെന്നോ. ആകാശത്തു നിന്ന് കണ്ടതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഭൂമിയിലെ ഈ കാഴ്ചകൾ. നിനക്കും ഈ ഭംഗിയൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. കൂടുതൽ വിശേഷങ്ങൾ വഴിയെ പറയാം എന്ന് നിന്റെ സ്വന്തം കൂട്ടുകാരൻ ചന്ദ്രൻ. ഓക്കെ, അടുത്തത് നമുക്ക് പ്രവർത്തനം 4 ഡയറി എഴുതാനാണ്. ആബിദയെയും പട്ടൂസിനെയും ഓർമ്മയില്ലേ? ചരട് പൊട്ടിപ്പോയ പട്ടൂസ് മാനത്ത് കരഞ്ഞു നടന്നതും അമ്പിളിമാമൻ മേടക്കാറ്റിനെ ഫോൺ വിളിച്ചു വരുത്തിയതും മേടക്കാറ്റിൻ്റെ തോളത്തേറി പട്ടൂസ് ആബിദയുടെ അടുത്തെത്തിയതും ഓർമ്മയില്ലേ? ഈ സംഭവങ്ങളെല്ലാം ആബിദ തൻ്റെ ഡയറിയിൽ കുറിപ്പിൽ എഴുതി. അവൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാകും എഴുതി നോക്കും. അപ്പോൾ ഡയറിയാണ് നമുക്ക് എഴുതേണ്ടത്. ഒരു ഡയറി എഴുതാൻ എന്തായാലും പഠിക്കുക. അപ്പോൾ ഡയറിയിൽ ഒരു ഡേറ്റും ഒരു ദിവസവും വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബുധൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ഇന്നലെ നൂല് പൊട്ടി വാനിലേക്ക് പറന്നുപോയ എൻ്റെ പ്രിയപ്പെട്ട പട്ടൂസിനെ ഓർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞു. എവിടെയാണോ എൻ്റെ പട്ടൂസ് എന്ന് വിചാരിച്ച് രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ കണ്ട കാഴ്ച എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ പട്ടൂസ് ഇതാ എൻ്റെ അരികിൽ സുരക്ഷിതനായിരിക്കുന്നു. പാവം എൻ്റെ പട്ടൂസ് രാത്രിയിൽ പേടിച്ച് ഒരുപാട് കരഞ്ഞു കാണും. അവൻ ആദ്യമായാണ് തനിയെ പറന്നത്. എന്നെ വീണ്ടും തേടിയെത്തിയ എൻ്റെ പട്ടൂസിനെ ഞാൻ ഇനി ഒരിക്കലും തനിച്ചാക്കില്ല. ഇനി ഞാൻ നിന്നെ ഒരിക്കലും പിരിയില്ല എൻ്റെ പട്ടൂസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയറി. ഇനി അടുത്തതൊരു യാത്രാ വിവരം, അതായത് 4 A or B ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ ഇങ്ങനെ 2 ഏതെങ്കിലും ഒന്ന് ഉത്തരം എഴുതാൻ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിവിടെ 2ഉം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്, അതല്ലെങ്കിൽ ഇത് ചെയ്താൽ മതിയാകും. 4B യാത്രാ വിവരണമാണ്. നീലഗിരി കുന്നിലൂടെ പൈതൃക തീവണ്ടിയിൽ യാത്ര ചെയ്ത ഒരു കൂട്ടുകാരിയുടെ അനുഭവം പാഠഭാഗത്തിൽ കൂട്ടുകാർ വായിച്ച് അറിഞ്ഞതാണല്ലോ. നേരിൽ കാണുന്നത് പോലെ എത്ര രസകരമായിരുന്നു ആ വിവരണം. ഇത്തരത്തിലുള്ള യാത്രാനുഭവങ്ങൾ കൂട്ടുകാർക്കും ഉണ്ടായിട്ടില്ലേ? കൂട്ടുകാരുടെ മറക്കാനാവാത്ത ഒരു യാത്രാനുഭവം വിവരണമായി എഴുതൂ. അപ്പം നിങ്ങൾ എല്ലാവരും വെക്കേഷൻ ആകുമ്പോൾ ട്രിപ്പ് പോണവരായിരിക്കും, യാത്ര പോകുന്നവരായിരിക്കും അല്ലേ? ഇല്ലെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ യാത്ര പോകാത്തവരായിട്ട് ആരും കാണില്ല. അപ്പം നിങ്ങളുടെ ഒരു യാത്രാ വിവരണം എഴുതുക. എങ്ങനെയാണ് ഒരു യാത്രാ വിവരണം എഴുതേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ മറക്കാനാവാത്ത മൂന്നാർ യാത്ര. അപ്പം ഞാൻ മൂന്നാർ പോയതിനെ കുറിച്ചാണ് ഇവിടെ എഴുതുന്നത്. പരീക്ഷയെല്ലാം കഴിഞ്ഞ് വെക്കേഷൻ ആരംഭിച്ചപ്പോഴാണ് അച്ഛൻ ആ സർപ്രൈസ് പ്രഖ്യാപിച്ചത്. നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും അനിയത്തിയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി.
അമ്മ ഉടൻ തന്നെ യാത്രയ്ക്കുള്ള പലഹാരങ്ങളും വസ്ത്രങ്ങളും പാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞായറാഴ്ച പുലർച്ചെ തന്നെ ഞങ്ങൾ കാറിൽ മൂന്നാറിലേക്ക് തിരിച്ചു. അടിമാലി പിന്നിട്ട് മലയോര പാതകളിലൂടെ കാർ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ തണുത്ത കാറ്റ് ഞങ്ങളെ സ്വീകരിച്ചു. വഴിയോരങ്ങളിൽ കണ്ട ചെല്ലൂർ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയും മൂടൽ മഞ്ഞിൽ പൊതിഞ്ഞു നിന്ന തേയിലത്തോട്ടങ്ങളും കണ്ട് അനിയത്തി ജനലിലൂടെ കൈവെളിയിലിട്ട് കൂവി വിളിക്കുന്നുണ്ടായിരുന്നു. ഉച്ചയോടെ ഞങ്ങൾ മൂന്നാറിലെത്തി. പച്ചപ്പൂ വരച്ച തേയിലക്കാടുകൾക്കിടയിലൂടെ തേയിലക്കാടുകൾക്കിടയിലൂടെ നടന്നതും മാട്ടുപ്പെട്ടി ഡാമിൽ കുടുംബത്തോടൊപ്പം ബോട്ട് റൈഡ് ചെയ്തതും മറക്കാനാവാത്ത അനുഭവമായിരുന്നു. ഇരവിക്കുളം നാഷണൽ പാർക്കിൽ വെച്ച് അപൂർവ ഇനം വരയാടുകളെ അടുത്തു കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ അത്ഭുതമായി. അവിടെ വെച്ച് അച്ഛൻ ഞങ്ങളുടെ ഒരുപാട് ചിത്രങ്ങൾ പകർത്തി. വൈകുന്നേരം കൊടും തണുപ്പിൽ അമ്മ ഉണ്ടാക്കി തന്ന ചൂട് കാപ്പിയും കുടിച്ച് തണുത്തു വിറച്ച് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിയിരുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്നു. കുടുംബത്തോടൊപ്പമുള്ള ആ മൂന്നാർ യാത്ര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളിൽ ഒന്നാണ്. ഇതുപോലെ ഒരു യാത്രാ വിവരണമൊക്കെ എഴുതാൻ എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് പ്രവർത്തനം 5A 5B എന്ന് പറഞ്ഞ 2 ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രമേ നിങ്ങൾ ഉത്തരം എഴുതുള്ളൂ. ഞാനിവിടെ 2 ഉത്തരങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ 5A സംഭാഷണം എഴുതാമാണ്. മേടക്കാറ്റിൻ്റെ തോളിൽ കയറി ആബിദയുടെ അരികിൽ തിരികെ എത്തിയ പട്ടൂസിനും ആബിദയ്ക്കും പങ്കുവയ്ക്കാൻ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവില്ലേ? എന്തൊക്കെയാവും അവർ സംസാരിച്ചിട്ടുണ്ടാവുക? എഴുതി നോക്കൂ. പട്ടൂസും ആബിദയും തമ്മിലുള്ള സംഭാഷണമാണ്. ആബിദ: പട്ടൂസ്, നീ തിരികെ വന്നോ? നിന്നെ കാണാതെ ഞാൻ എത്ര കരഞ്ഞെന്നോ? എവിടെയായിരുന്നു ഇത്രയും നേരം? പട്ടൂസ്: ആബിദ, പേടിക്കണ്ട. നൂല് പൊട്ടി വാനിലേക്ക് പറന്നു പോയപ്പോൾ വഴി അറിയാതെ ഞാൻ ഒരുപാട് പേടിച്ചു കരഞ്ഞുപോയി. ആബിദ: അയ്യോ, എന്നിട്ട് രാത്രി നിന്നെ ആരാണ് സഹായിച്ചത്? എവിടെയായിരുന്നു നീ? പട്ടൂസ്: രാത്രി ഇരുട്ടായപ്പോൾ എനിക്ക് വഴിയൊന്നും മനസ്സിലായില്ല. എൻ്റെ കരച്ചിൽ കേട്ട് അമ്പിളിമാമനാണ് എന്നെ ആശ്വസിപ്പിച്ചത്. ആബിദ: അമ്പിളിമാമനോ? എന്നിട്ട് അമ്പിളിമാമൻ എന്താണ് ചെയ്തത്? പട്ടൂസ്: അമ്പിളിമാമൻ ഉടൻ തന്നെ മേടക്കാറ്റിനെ വിളിച്ചു. മേടക്കാറ്റ് സുരക്ഷിതമായി എന്നെ നമ്മുടെ വീട്ടിലെത്തിച്ചു. ആബിദ: ഹോ, കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു. അമ്പിളിമാമനും മേടക്കാറ്റിനും ഒരുപാട് നന്ദി. ഇനി ഞാൻ നിന്നെ വീണുപോകാതെ സൂക്ഷിച്ചോളാം. പട്ടൂസ്: ഇനി ഞാൻ എങ്ങോട്ടും പോകില്ല ആബിദ, നമുക്ക് വീണ്ടും ഒരുമിച്ച് കളിക്കാം. ഇതുപോലെ പട്ടൂസും ആബിദയും തമ്മിലുള്ള ചോദ്യപേപ്പറിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അത് ഒന്നില്ലെങ്കിൽ സംഭാഷണമാകും, അല്ലെങ്കിൽ ഒരു കത്താകാം, ഓക്കെ, അല്ലെങ്കിൽ ഡയറി ആകാം. അപ്പോൾ നമ്മൾ അതിൽ എന്താണോ പട്ടൂസും ആബിദയും തമ്മിൽ വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് 5B കഥ പൂർത്തിയാക്കാമാണ്. ഇരുളൻ കാട്ടിലെ രാജാവാണ് സിംഹം. കാട്ടിലെ ജന്തുക്കൾ രാജാവിനോട് ഒരു സ്കൂൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. സിംഹം സമ്മതിച്ചു. തുള്ളൻപാറയിലെ മടിയിലാവാം സ്കൂൾ. ചിന്നൻ കുറുക്കൻ അഭിപ്രായപ്പെട്ടു. അത് ശരി, പക്ഷേ സ്കൂളിൽ ടീച്ചർമാർ വേണ്ടേ? കുഞ്ഞനുറുമ്പിൻ്റെ ചോദ്യം കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. ആരാണ് ടീച്ചറാവുക? ഓരോരുത്തരും തലപുകഞ്ഞ് ആലോചിച്ചു. അപ്പോൾ ഹെഡ് മാസ്റ്റർ വേണ്ടേ? കടുവ കുഞ്ഞൻ ചോദിച്ചു. ഹാജർ പുസ്തകമില്ലാതെ പറ്റുമോ? കുയിലിൻ്റെ വേവലാതി ഉയർന്നു കേട്ടു. കഥ പൂർത്തിയാക്കൂ എന്നതാണ്. അപ്പം നമുക്ക് കഥയൊന്ന് നോക്കാം. ഉടൻ തന്നെ രാജാവായ സിംഹം ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവരും നിശബ്ദരാകൂ. കാട്ടിൽ ഏറ്റവും കൂടുതൽ അറിവും വലിയ ഓർമ്മശക്തിയുമുള്ള ആനച്ചേട്ടനായിരിക്കും നമ്മുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. സിംഹരാജാവിൻ്റെ തീരുമാനം കേട്ട് എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ കൈയടിച്ചു. അത് ശരിയാണ്. പാട്ടുകൾ പഠിപ്പിക്കാൻ കുയിലമ്മ ടീച്ചറാവട്ടെ. അക്ഷരങ്ങൾ എഴുതാൻ മയിൽപീലിയുള്ള മയിലമ്മയും വരട്ടെ. ആനച്ചേട്ടൻ ഹെഡ് മാസ്റ്ററുടെ ഗൗരവത്തോടെ പറഞ്ഞു. അങ്ങനെ കാട്ടിലെ മൃഗങ്ങളെല്ലാം ചേർന്ന് മനോഹരമായ ഒരു സ്കൂൾ നിർമ്മിച്ചു. പുതിയ സ്കൂളിൽ പഠിക്കാൻ എത്തിയ കുട്ടിക്കരടിയും കുരങ്ങൻകുട്ടിയും കുറുക്കൻകുട്ടിയുമെല്ലാം സന്തോഷത്തോടെ പാട്ടുപാടി ആടിത്തിമിർത്തു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ സിമ്പിൾ ആയിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ, പക്ഷേ എല്ലാവരും മിനിമം എഴുതാനായിട്ട് ശ്രമിക്കണം. ഒട്ടും എഴുതാതെ വരരുത്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതണം. ചോദ്യപേപ്പറിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു 2-3 പ്രാവശ്യം ചോദ്യപേപ്പർ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു ഐഡിയ എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചോളൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്തോളൂ. നമ്മളെല്ലാത്തിനും റിപ്ലൈ
തരുന്നതായിരിക്കും. തുടർന്നും വാച്ച് ചെയ്യുക. എല്ലാ പരീക്ഷയുടെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. എല്ലാവരും പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എക്സാമിൻ്റെ ചോദ്യപേപ്പറുകൾ മുൻവർഷ ചോദ്യപേപ്പറുകളെല്ലാം നമ്മുടെ ചാനലിലുണ്ട്. അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്തിട്ട് എക്സാമിന് പോകാൻ വേണ്ടി ശ്രമിക്കുക. തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.